നമ്മളിന്ന് കെനനാസ്കീസിലേക്ക് ചെറിയൊരു റോഡ് ട്രിപ്പായിട്ട് വന്നതാണ്. അതായത് നമ്മൾ ബാൻഫി പോകുന്ന റൂട്ടിൽ നിന്ന് കെനനാസ്കീസിലേക്ക് കയറി ആ റോഡ് നേരെ സൗത്ത് പിടിച്ചിട്ട് കാൽഗറിയുടെ ബാക്കിൽ കൂടി നമ്മൾ കയറി നമ്മളെ വീട്ടിലേക്ക് പോകണം. ആ സെയിം റൂട്ട് തന്നെ. അപ്പോൾ ഇവിടെ വന്ന വഴിക്ക് ഞാൻ കണ്ടതാട്ടോ, ഏതോ ഒരു ജീവിയുടെ ഒരു തലയോട്ടിയുടെ ഒരു പീസ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു കുതിരയുടെ പോലെയൊക്കെ തോന്നുന്നുണ്ട്. കണ്ടോ, ഓൾമോസ്റ്റ് നല്ലോണം ഡീക്കേ ആയി, കുറേ സാധനങ്ങളൊക്കെ പോയി ഇതിൻ്റെ. പിന്നെ ഇതിൽ കണ്ടൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുതിരയുടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ പല്ലൊക്കെ എല്ലാം നല്ല സെറ്റപ്പായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതായത് നമ്മൾ ഈ ചെറിയ ക്ലാസ്സസിലേക്ക് നമ്മൾ പഠിച്ചില്ല, ഇങ്ങനെ ഹെർബിവേഴ്സ് ആയിട്ടുള്ള ജീവികൾക്ക് നല്ല അടിപൊളി പല്ലുണ്ടാവും. അതായത് ഉള്ളിലത്തെ പല്ലുകൾ നല്ല അടിപൊളി പല്ലായിരിക്കും. അതൊക്കെ പുല്ലൊക്കെ നല്ല അടിപൊളിയായിട്ട് കടിച്ച് ചവച്ച് അരച്ച് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. അതായത് മനുഷ്യൻ്റെയൊക്കെ പോലെ തന്നെ നല്ല നിരനിരയായിട്ടുള്ളൊരു പല്ലാണ് ഈ കാണുന്നത്. കണ്ടോ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളിങ്ങനെ നടന്നു വന്ന വഴി കുറേ നമുക്ക് ഫുഡൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് ഫുഡ് കഴിക്കാം. ഒരു 3-4 ബെഞ്ചും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഓൾറെഡി. ഒന്ന് ഇവിടെ ഉണ്ട്, 2 അവിടെ ഉണ്ട്, പിന്നെ 2 അതിൻ്റെ അപ്പുറത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ഇവിടെ ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്യാം. ഡേ യൂസ് ഏരിയയാണ്. പക്ഷേ ഇത് ക്യാമ്പ് ഫയർ ചെയ്യുന്ന ഒരു റിങ് ഉണ്ടാവും, അതിൻ്റെ അകത്ത് മാത്രമേ നമുക്ക് ക്യാമ്പ് ഫയർ ചെയ്യാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ ഇവിടെ കാട്ടുതീ പടരാതിരിക്കാനും പിന്നെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് വെള്ളമൊഴിച്ച് കിടത്തേം വേണം. അപ്പോൾ ഇത് അടുത്ത ആരെങ്കിലും വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കാനുള്ളൊരു വീഡിയോ ആയിട്ട് ഇവിടെ തന്നെ ഇരിക്കട്ടെ. പിന്നെ ഇവിടെ എന്താ ഈ കരടികളുള്ള കാരണം കെനനാസ്കീസ് കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു ബെയർ സ്പ്രേ എപ്പോഴും കയ്യിൽ വെച്ചേക്കണം. നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് ഈ സാധനം വന്നത്. നമ്മളൊന്നും ആക്രമിക്കാതൊന്നുമല്ല, നമ്മളെപ്പോഴും സേഫ്റ്റി ഫസ്റ്റ് എന്നുള്ള രീതിയിൽ ഇത് കയ്യിൽ വെച്ചേക്കാം. പിന്നെ നിങ്ങളങ്ങോട്ട് കുറച്ചും കൂടി അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ നോക്കിയാൽ അവിടെ നമ്മുടെ ഗാർബേജ്, അതായത് വേസ്റ്റൊക്കെ ഡംപ് ചെയ്യുന്ന സംഭവമുണ്ട്. അതിനൊരു പ്രത്യേക ലോക്കൊക്കെ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം, അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാണിച്ചു തരാം. പിന്നെ ഇവിടെ നമുക്കൊരു ചെറിയൊരു ടോയ്ലറ്റ് ഉണ്ട്. 40,000 എന്ന് പറയണം. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു നമ്മുടെ ക്ലോസറ്റിൻ്റെ ഒരു ഡിസൈൻ സെറ്റപ്പ് ഉണ്ടാവും. പിന്നെ അതൊരു ഹോളിലേക്ക് ഡംപ് ചെയ്യുന്നു. അതാണ് എൻ്റെ പരിപാടി. ഇവിടെ പിന്നെ വേറെ ആരും കേട്ടോ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഏരിയയിൽ. നല്ല തണുപ്പുണ്ട്. പിന്നെ ഏകദേശം ഫോള് പരിപാടിയൊക്കെ ആയതുകൊണ്ട് നല്ല കളർഫുള്ളായിട്ട് ഇരിക്കുകയാണ് കെനനാസ്കീസ് മൊത്തം. പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന സംഭവം, അതായത് ഇങ്ങനെ ലോക്കിംഗ് മെക്കാനിസം ഉണ്ട്. വേറെ ഒന്നും നിങ്ങൾക്ക് തുറക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒന്ന് തുറന്ന് ഇതിനകത്ത് നമ്മൾ കൈയിട്ടിട്ട് ഇങ്ങനെ ഒരു ലാച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ലോക്ക് ചെയ്യുക. അപ്പോൾ വേറെ ജീവികൾക്കൊന്നും ഇതൊന്നും തുറക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പും കൂടിയാണ് ഇതിൻ്റെ അതുള്ളത്. പിന്നെ ഓൾമോസ്റ്റ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന ടൈമായി, തണുപ്പായി. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം.